നീ എന്താണ് തമാശ കളിക്കണം? കഴിഞ്ഞ ആഴ്ച കലൂർ ബസ് സ്റ്റാൻഡിനടുത്ത് 1.5 മണിക്കൂർ ട്രാഫിക് ജാം ഉണ്ടാക്കുന്നത് നീലടാ. സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാനായിരിക്കാം. ഫസ്റ്റ് നിന്നെ കണ്ടപ്പോഴേ ഞാൻ ലാസ്റ്റ് വാണിംഗ് തന്നാണ്. ഈ പാട്ടയും കൊണ്ട് റോട്ടിലേക്ക് തെണ്ടാൻ ഇറങ്ങരുത്. സുന്ദരാ, നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ സുന്ദരനാണെന്ന്. സാറിനല്ല, ഞാൻ വേറെ ആളെ വിളിച്ചതാ. ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് അഞ്ചുമന ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് വെച്ച് ഒരുപാട് സിനിമകൾ ചിത്രീകരിച്ചിട്ടുണ്ട്. പറക്കുന്നലിക, പുതുക്കോട്ടയിലെ പുതുമണവാളൻ, പിന്നെ സേതുരാമയ്യർ CBI എന്ന് പറയുന്ന സിനിമയിൽ ഒരു സീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സിനിമകളുടെയൊക്കെ ലൊക്കേഷൻ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. നേരെ വീഡിയോയിലേക്ക് പോകാം. അഞ്ചുമന എന്ന് പറയുന്ന ഈ ക്ഷേത്രമുണ്ടല്ലോ, ഈ ക്ഷേത്രം ഒരു ദേവീ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. എറണാകുളത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റിലേന്ന് ഏകദേശം 6 കിലോമീറ്റർ ഉണ്ട് ഈ ഒരു ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ ഇവിടെ നിന്ന് ഈ റോഡ് അങ്ങോട്ട് പോകുന്നത് പനവേൽ കന്യാകുമാരി ഹൈവേയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ചാണ് നമ്മുടെ പറക്കുന്നളിയിലെ ഒരുപാട് വിഷ്വൽസൊക്കെ എടുത്തിട്ടുള്ളത്. അതായത് പറക്കുന്നളി സിനിമയിലെ മെജോറിറ്റി സീൻസും എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ചാണ്. ഒരുപാട് കോമഡി രംഗങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ചാണ്. ഈ ഒരു റോഡും ഈ ഗ്രൗണ്ടും ഈ അമ്പലത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഒരുപാട് കോമഡി സീൻസൊക്കെ എടുത്തിട്ടുള്ളത്. കുറേ സീൻസ് നമുക്ക് കാണാം. അതായത് പറക്കുന്നളി സിനിമയിൽ താമരാക്ഷം പിള്ള ബസ് ഇടുന്നത് ഈ ഒരു ഗ്രൗണ്ടിലാണ്. അമ്പലത്തിനകത്ത് കാണുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷനാണ് ആ സിനിമയിൽ എപ്പോഴും നമുക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് അങ്ങോട്ട് കുറച്ച് മാറിയിട്ടുള്ള സ്ഥലത്ത് വെച്ചാണ് നമ്മുടെ ഹരിശ്രേഷൻ ചേട്ടൻ പഞ്ചർ ഒട്ടിക്കുന്ന ആ സീൻസൊക്കെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഓരോ സീൻസിൻ്റെ ക്ലോസ് വിഷ്വലിലോട്ട് പോകാം. പറക്കുന്നളി സിനിമയിലെ താമരാക്ഷം പിള്ള ബസ് ഇടുന്നത് ഈ ഒരു ഗ്രൗണ്ടിലാണ്. ഈ ഒരു ഗ്രൗണ്ടിൽ ബസ് ഇട്ട ശേഷമാണ് വീരപ്പൻകുറുപ്പ് അവരെ തിരക്കി വരുന്ന സീനൊക്കെ ഉള്ളത്. അപ്പോൾ ദിലീപ് ഏട്ടൻ്റെയും ഹരിശ്രേഷൻ ചേട്ടനെയൊക്കെ ഒരുപാട് കോമഡി രംഗങ്ങളൊക്കെ എടുത്തിട്ടുള്ള ഒരു ഗ്രൗണ്ടാണത്. ഈ ഗ്രൗണ്ടിൻ്റെ പല ഭാഗത്ത് വെച്ച് ഈ സിനിമയുടെ കോമഡി രംഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ പുറകിൽ കാണുന്ന ഈ ആൽത്തറയുണ്ട്, പിന്നെ അമ്പലത്തിൻ്റെ ആർച്ചിൻ്റെ ഭാഗമുണ്ട്, പിന്നെ ഈ റോഡുണ്ട്, പിന്നെ ഈ റോഡിൻ്റെ അപ്പുറത്തൊരു കടയുണ്ട്, ആ കടയിൽ വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ആൽത്തറയിൽ വെച്ചാണ് ഉണ്ണിയും സുന്ദരനും കുക്കായിട്ടുള്ള കോശിയും ഇരുന്ന് മദ്യപിക്കുന്ന സീൻസൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ ബസന്തിക്ക് കൊണ്ട് ഹരിശ്രേഷൻ ചേട്ടൻ ഹോളയാന്ന് കരുതി മദ്യം കൊടുക്കുന്നത്. അപ്പോൾ ബസന്തി എന്നിട്ട് ഈ ഗ്രൗണ്ടിൽ നിന്നാണ് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് കേട്ടോ. ഈ ഒരു വഴി കണ്ടോ, ഈ ഒരു വഴിയിൽ കൂടിയാണ് നമ്മുടെ ദിലീപ് ഏട്ടനും ബാബു നമ്പൂരി ചേട്ടനും കൂടി സംസാരിച്ചിട്ട് വരത്തില്ലേ, അതായത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന കാര്യങ്ങളൊക്കെ പറയത്തില്ലേ. അപ്പോൾ ആ സീനൊക്കെ ചിത്രീകരിച്ചേക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഈ ഒരു സ്ഥലം കണ്ടല്ലോ, ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഹരിശ്രേഷൻ ചേട്ടൻ പഞ്ചർ ഒട്ടിക്കുന്ന ആ ഒരു സീൻ. ഈ ട്യൂബ് പഞ്ചർ ഒട്ടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ 3 പുതിയ ട്യൂബ് മേടിക്കാമെന്ന് പറയത്തില്ലേ, ആ ഒരു സീനൊക്കെ എടുത്തേക്കുന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. ഈ കടയിലുള്ള ഒരു ചേട്ടനാണ് ചൂല് വേണമെന്ന് ഇറങ്ങി വന്ന് ചോദിക്കുന്നത്. ട്യൂബ് എടുത്ത് വെള്ളത്തിൽ താഴ്ത്താ, അപ്പൊ ഇങ്ങനെ കൊമളകൾ വരും, അവിടെ പഞ്ചർ ഉണ്ടാവും, ഒരു ഇരിക്കലെടുത്തോട് കുത്തുക. പഞ്ചർ കണ്ടുപിടിക്കാൻ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട, എനിക്കറിയാട്ടാ. ഈ ഒരു സ്ഥലത്ത് വെച്ച് പറക്കുന്നളിയിലെ ഒരു രംഗമുണ്ട്. അതായത് നമ്മുടെ ഉണ്ണി സുന്ദരനോട് പറയും ബസന്തിനെ എവിടെയെങ്കിലും കൊണ്ട് കളയാൻ. അപ്പോൾ അങ്ങനെ ബസന്തിനെ കൊണ്ട് കളയാൻ വേണ്ടി ദിലീപേട്ട ഹരിശ്രേഷൻ ചേട്ടനോട് പറയുന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെയൊക്കെ കുറേ പൂമാലയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. പുതുക്കോട്ടയിലെ പുതുമണവാളൻ എന്ന് പറയുന്ന ജയറാമേട്ടൻ്റെ സിനിമയിലെ ആ ക്ലൈമാക്സ് രംഗമുണ്ടല്ലോ, ആ കഥാപ്രസംഗ സീനും അവസാനത്തെ ഫൈറ്റ് സീനും എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് കേട്ടോ. കലാസ്നേഹികളെ, ഗാനഭൂഷണം കൊച്ചിൻ ബ്രദേഴ്സ് അവതരിപ്പിക്കുന്ന സസ്പെൻസ് ത്രില്ലർ കഥാപ്രസംഗം പുതുക്കോട്ടയിലെ പുതുമണവാളൻ. ഈ ഒരു ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് സേതുരാമയ്യർ CBIയിലെ ആദ്യത്തെ ആ ഒരു സീൻ എടുത്തിരിക്കുന്നത്. മമ്മൂക്കയുടെ ആദ്യത്തെ സീനുണ്ടല്ലോ, അതായത് ആ നേർച്ചപ്പെട്ടിയിൽ നിന്ന് ആ കാശ് ഇങ്ങനെ എടുക്കുന്ന സീനുണ്ടല്ലോ, ഈർക്കിൽ വെച്ച്, ആ സീൻ എടുത്തിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ്. ദോസ്ത് എന്ന് പറയുന്ന സിനിമയുണ്ടല്ലോ, ആ സിനിമയിൽ മണിച്ചാട്ടം വന്നിട്ട് സോഡയും പഴവും കഴിക്കുന്ന കടയാണ് ഇത്. ഈ കടയിൽ വെച്ചിട്ടാണ് ആ പറക്കുന്നളിക്കകത്ത് ചൂല് വേണമെന്ന് ചോദിക്കുന്നതും ഈ ഒരു സെയിം കടയാണ്. അപ്പോൾ ഈ കടയുള്ളത് അഞ്ചുമന ക്ഷേത്രത്തിൻ്റെ തൊട്ടുപുറത്തായിട്ടാണ്. ഒരു സോഡ, ഒരു പഴം, ദോസ്ത് എന്ന് പറയുന്ന സിനിമയിലെ മണിച്ചേട്ടനെ കുറേ പോലീസുകാരിട്ട് ഓടിച്ച ശേഷം മണിച്ചേട്ടൻ ചെന്ന് ചാണാക്കുഴിയിലോട് വീഴത്തില്ലേ, ആ ഒരു സീൻ എടുത്തിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. NH66 നാഷണൽ ഹൈവേ ഉണ്ടല്ലോ, അതായത് പനവേൽ കന്യാകുമാരി നാഷണൽ ഹൈവേ. ആ നാഷണൽ ഹൈവേയിൽ വൈറ്റിലേന്ന് 6 കിലോമീറ്റർ ദൂരം മാറി അഞ്ചുമന ബസ് സ്റ്റോപ്പുണ്ട്. ആ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന്
നമ്മൾ ബാലകൃഷ്ണ മേനോൻ റോഡ് വഴി കയറി കഴിഞ്ഞാൽ നമുക്ക് അഞ്ചുമന ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെത്താം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത് പറക്കുന്നിൽ സിനിമയുടെ ലൊക്കേഷൻ കാഴ്ചകളാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.